നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ സർ, പറയൂ. വക്കീൽ എവിടെയുണ്ട്? ഞാൻ കോടതിയില. എന്താ സർ? എനിക്ക് വക്കീലിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇതെന്തുവാ വക്കീലെ? ഇതെന്താണെന്ന് വായിച്ചിട്ടൊന്ന് വിവരം പറഞ്ഞേ. എന്താ വക്കീലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വക്കീൽ നോട്ടീസാ. വക്കീൽ നോട്ടീസോ? അതെ, സുപ്രീം കോടതി വക്കീൽ ജഗന്നാഥ് മിശ്ര അയച്ച നോട്ടീസ്. അയാൾ എന്തിനാ എനിക്ക് നോട്ടീസ് അയക്കുന്നത്? 1 മാസത്തിനുള്ളിൽ മാണിക്യമംഗലത്തെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും ആതിരയ്ക്ക് അല്ല അലമേലുവിന് വിട്ടുകൊടുക്കണമെന്ന്. അത്രേ ഉള്ളോ? അതിന് വക്കീൽ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്? ഒരു വക്കീൽ നോട്ടീസ് വന്നു എന്നല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ എത്ര എണ്ണം കണ്ടിട്ടുണ്ട്. നമുക്കൊരു മറുപടിയും കൊടുത്താ പോരെ? ഇതൊരു സാധാരണ വക്കീൽ നോട്ടീസ് അല്ല സാറേ. അഡ്വക്കേറ്റ് ജഗന്നാഥ് മിശ്ര ചില്ലറക്കാരനല്ല. അയാളൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അത് ജയിച്ചിരിക്കും. അയാളെ തോൽപ്പിക്കാനല്ലേ ഞാൻ ഈ വക്കീലിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് ഞാൻ കൂട്ടിയ കൂടില്ല സാറേ. മിശ്ര സാറിനെ എനിക്കറിയാം. കടിച്ചാൽ കടിച്ചിടം കൊണ്ടേ പോവും. കടിച്ചാ തിരിച്ച് കടിക്കണം വക്കീലേ. വക്കീൽ ആരെയായി പേടിക്കുന്നത്? മിശ്ര സാറിനെ. ഈ മിശ്ര എന്ന് പറഞ്ഞവൻ ആരാ? ദേവേന്ദ്രനോ? അല്ല, എന്റെ സീനിയറാ. സുപ്രീം കോടതിയെ കിടുകിട വിറപ്പിക്കുന്ന ഒരു നിയമരാക്ഷസനാ. എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ? ഈ കേസിൽ നിന്ന് പിന്മാറാൻ വക്കീലെ കൊണ്ട് പറഞ്ഞാ പോരെ? ഞാനല്ല, ദൈവം തമ്പുരാൻ താണിറങ്ങി വന്ന് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. തന്നെയുമല്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോ നല്ല സ്വരച്ചേർച്ചയിലുമല്ല. ചേടാ, ഇതിപ്പോ ആകെ പെട്ടല്ലോ വക്കീലേ. പെട്ടു. ഈ ചെട്ടിയാർക്ക് ഇത്രയും വലിയ പിടിപാടുണ്ടോ? ഒരു ചെറിയ കേസിനൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ പുലി ഇറക്കുക എന്നൊക്കെ പറഞ്ഞ? ഇത് ചെറിയ കേസല്ലല്ലോ, 1500 കോടിയുടെ ഇടപാടല്ലേ. അത് ജയിപ്പിച്ചെന്ന വക്കീൽ ചോദിക്കുന്ന എന്തും തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ. സാറ് പറഞ്ഞതുകൊണ്ടോ ഞാനത് സമ്മതിച്ചതുകൊണ്ടോ കാര്യമില്ലല്ലോ. ഇപ്പോ കഥയാകെ മാറി മറിഞ്ഞില്ലേ. ഞാനാണ് നിങ്ങളുടെ വക്കീലെന്നറിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. ഇപ്പൊ ഇത് മിശ്ര സാറിന് 1000-1 കേസ് മാത്രമാ. എതിർപക്ഷത്ത് ഞാനാണെന്നറിഞ്ഞ വീറും വാശിയും കൂടും. അത്ര വലിയ വിരോധമാണോ നിങ്ങൾ തമ്മില്? വിരോധം എന്നല്ല അതിന് പറയേണ്ടത്. പ്രൊഫഷണൽ ജലസി, ഈഗോ. തന്നേക്കാൾ വളർന്നു പോകുന്ന ജൂനിയറിനെ കാണുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതിന് ഞാനെന്ത് പിഴച്ചു? വിശ്വനാഥൻ സാർ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് മാറാന്ന്. അത് ശരി, നൈസായിട്ടങ്ങ് സ്കൂട്ടാവുകയാണല്ലേ. കൊള്ളാം വക്കീലേ, കൊള്ളാം. കറവ പറ്റിയ പശുവിനെ വെട്ടാനല്ലാതെ വേറൊന്നിനും കൊള്ളൂലല്ലോ. മുങ്ങുന്ന കപ്പലിന്ന് എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ചാടിക്കോ, വേഗം അങ്ങ് ചാടിക്കോ. എന്നിട്ട് കൊള്ളാവുന്ന ഏതെങ്കിലും കരയിലേക്ക് വേഗം അങ്ങ് നീന്തി കയറിക്കോ. അതാണല്ലോ ബുദ്ധി. സാറ് വെറുതെ എന്നെ തെറ്റിദ്ധരിക്കണ്ട. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഞാൻ സാറിനെ കൈയൊഴിഞ്ഞു എന്നല്ല. മാണിക്യമംഗലത്തെ സ്വത്ത് ആരൊക്കെ ഇത്രയും കാലം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും നിയമപരമായി അതിന്റെ അവകാശി ഈ പറഞ്ഞ ആതിര തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ അത് അവൾക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. അവൾക്ക് 18 വയസ്സ് തികയുന്ന ദിവസം വരെ മാത്രമായിരുന്നു നിങ്ങൾ അതിന്റെ കസ്റ്റോഡിയൻ. ഒരുപാട് വാദപ്രതിവാദങ്ങളൊന്നും വേണ്ടിവരില്ല. എഴുതപ്പെട്ട രേഖകളുടെ പതിപ്പ് ഞാൻ കോടതിയിൽ കണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേസ് നമ്മൾ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. അവള് ജീവിച്ചിരുന്നാലല്ലേ
ആ എഗ്രിമെന്റിന് നിയമസാധ്യത ഉണ്ടാവും. ഈ കേസിന്റെ കാര്യം വക്കീലങ്ങ് മറന്നേക്ക്. ഇതിനെ വക്കീലും കോടതി ഒന്നും വേണ്ട. ഈ വിശ്വനാഥൻ മാത്രം മതി. ഹലോ, ആതിരാദേവിയല്ലേ? അതെ. മോളെ, ഞാൻ പ്രൊഫസർ സുലേഖയാ. ആ മാഡം പറഞ്ഞട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. അഭിനന്ദനം എന്തിനാണെന്ന് മനസ്സിലായോ? അത് മാം, സംശയിക്കണ്ട. സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നു. തനിക്ക് സെലക്ഷൻ ഉണ്ട്. ശ്രമിച്ച IAS തന്നെ കിട്ടും. വൈവേ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. എനിവേ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു മാം. ശരി, അപ്പൊ നമുക്ക് മൺഡേ കാണാം. ശരി മാം. എന്താ മോളെ, ആരാ വിളിച്ചേ? എൻ്റെ ഒരു ഫ്രണ്ടാ. എന്താ വിശേഷം? ഒന്നുമില്ല, വെറുതെ. അമ്മേ, എന്താ മോളെ? എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കാണില്ലേ? കാണട്ടെ, എല്ലാരും കാണട്ടെ. അത്രയ്ക്ക് സന്തോഷമുണ്ട് എന്റെ മനസ്സിൽ. എന്താ മോളെ, എന്താ വിശേഷം? വലിയൊരു വിശേഷം അമ്മേ. അമ്മയും ഞാനും സുനീഷേട്ടനും ഒക്കെ കാത്തിരുന്ന വിശേഷം. അത് അമ്മയോട് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി. അതാ ഗുരുത്വന്ന് മനസ്സ് പറഞ്ഞു. നീ കാര്യം പറ മോളെ. എന്റെ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നമ്മേ. ഞാൻ പാസ്സായി, എലിജിബിൾ ആയി. എന്റെ ഉടയ തമ്പുരാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, അമ്മ നിനക്കൊരു ഉമ്മ തന്നോട്ടേടി. ഒന്നല്ല, 1000 ഉമ്മതാ അമ്മേ. അത് വാങ്ങാനല്ലേ ആരോടും പറയാതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. പൊന്നുമോളെ, എന്റെ പ്രൊഫസർ സുലേഖ ടീച്ചറാ ഇപ്പൊ വിളിച്ച് വിവരം പറഞ്ഞത്. ഇനി വൈവയും ഇന്റർവ്യൂവും കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ IAS ആണോ IPS ആണോ IFS ആണോ എന്നൊക്കെ തീരുമാനമാവും. അതിനൊന്നും ഒരു കുഴപ്പവും വരില്ല. എന്റെ മോൾക്ക് IAS തന്നെ കിട്ടും. നോക്കിക്കോ, അമ്മ ആഗ്രഹിച്ചതുപോലെ നീ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് തന്നെ ചാർജ് എടുക്കും. അയ്യോ, ആദ്യം കളക്ടറായിട്ടൊന്നും അപ്പോയിന്റ്മെന്റ് കിട്ടില്ലമ്മേ. സബ് കളക്ടർ. IAS കിട്ടിയാൽ തന്നെ അതാവും ആദ്യ നിയമനം. എന്ത് കുന്തെങ്കിലും ആവട്ടെ, അതിന്റെ അറ്റത്ത് കളക്ടർ എന്നൊരു വാക്കുണ്ടല്ലോ. മതി, അത് മതി മക്കളെ. അല്ല, നീ സുനീഷിനോട് വിവരം പറഞ്ഞോ? ഇല്ലമ്മേ,
ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം അമ്മയോട് പറയാന്ന് വെച്ചു. അവനിതറിയുമ്പോ തുള്ളിച്ചാടും. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നല്ലേ ഇത്? അവൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ മോളെ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അമ്മേ. മോളെ, എന്താ അമ്മേ? നീ ഇപ്പോ അങ്ങോട്ട് പോണ്ട. അതെന്താ? നിന്നെ അവന്റെ കൂടെ എപ്പോഴും കണ്ട അത് അപകടാ.